ഹായ് ഗായ്സ്, അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം നമ്മളൊരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. കുറച്ച് ദിവസമായിട്ട് നല്ല ഓട്ടത്തിലായിരുന്നു. വീഡിയോ എടുക്കാനോ അതിനുള്ളൊരു മൂഡോ അതിനുള്ളൊരു കാര്യങ്ങളോ അല്ലായിരുന്നു. അത്ര ബിസിയായിരുന്നു. പിന്നെ നമ്മുടെ വാഷാൻ്റെ പുതിയ ബ്രാഞ്ച് വരുന്നു. അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ ബോർഡ് വർക്ക് അങ്ങനെ തുടങ്ങി A to Z കാര്യങ്ങളുണ്ടായിരുന്നു. അത് കൂടാണ്ട് നമ്മുടെ വാഷാനിൻ്റെ ഫ്രാഞ്ചൈസി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലീഗൽ ഡോക്യുമെൻറ്റേഷനും ക്ലിയറിങ്ങും അതുകൂടെ കുറേ എൻക്വയറീസ് ഉണ്ട് നമുക്കിപ്പോൾ തന്നെ വാഷാൻ്റെ ഫ്രാഞ്ചൈസി എടുക്കാൻ ആളുകളുടെ. പക്ഷേ നമ്മൾ ഫുൾ സെറ്റ് ആവാതെ ഫ്രാഞ്ചൈസി പ്രൊവൈഡ് ചെയ്യരുത് എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് ഇങ്ങനെ ജസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ വി ക്യാൻ ഡു ഇറ്റ്, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ചെയ്യണം, പക്ഷേങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല. കാരണം നമ്മൾ അത് മാത്രം ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സെറ്റാവാതെ അത് മാത്രത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിന് ഗതിക്കേണ്ടി വരും. നമുക്കൊരു ഡബിൾ പണി കിട്ടും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്മാലിൽ ബ്രിസ്ക്കറ്റ് കിട്ടുന്നൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ദുബായിൽ പോകണം. ദുബായിലൊരു വീഡിയോ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു സ്റ്റാഫ് വരുന്നുണ്ട് നാട്ടിൽ നിന്ന്, അവനെ പിക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ദുബായിലൊരു മീറ്റിംഗ് ഉണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളായിട്ട് ഇന്നത് അങ്ങനെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട. എൻ്റെ ഫേസൊക്കെ ഒരു സ്ട്രോങ് ഇതിലാണുള്ളത്. കാരണം ഒന്നും വിട്ടുപോകാൻ പാടില്ല, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടൊക്കെയാണ്. ബാക്കി കാണാം. ഇന്ന് നമ്മളൊരു ബ്രിസ്ക്കറ്റിൻ്റെ ഷോപ്പിലാണ്, ഒരു ഫാക്ടറി. ഈ സാധനത്തിലാണ് ഈ ബ്രിസ്ക്കറ്റ് ഉണ്ടാക്കുക കേട്ടോ. ഈ സാധനത്തിൻ്റെ ഉള്ളിൽ മണിക്കൂറുകളോളം വെച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. നമ്മൾ വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാക്കാൻ കണ്ടാണ്ട്. സോ നമ്മളിന്നുള്ളത് അജ്മാലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എൻ്റെ ഓണർ മഹ്മൂദ്. How are you? Fine, good. Say something about us, about your restaurant to my people. We have recently opened in Ajman in Moyhat too. We have registered trademark. It's under the name of Smoked Meat Factory. MashaAllah. Yes. So you're giving franchises, right? Yes, we franchise. Yes. Okay. I am the brand owner. I have a couple of registered trademarks as well. MashaAllah. Okay. One of the trademarks is Smoked Meat Factory because this is my passion. Food. I love cooking. Yes, of course. Okay. Yeah, so that's Chef my passion. Yeah, yes. Okay. So നമ്മളിപ്പോൾ പോയി കഴിച്ചു നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ എളുപ്പപ്പെടുത്താം. ബിസ്ക്കറ്റ് കഴിച്ചു. നിങ്ങളോട് പറയാം, കിട്ടില്ല സാധനം. എന്തോ രസമാണ് അത്. ആ ഹണി അങ്ങനെ ഒഴിച്ച് തിന്നാൻ കിട്ടില്ല സാധനം. നമ്മളെന്തായാലും ഒരു പൊളപ്പം വീഡിയോ ഇൻഷാല്ലാ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം അത്രയും സാധനമാണ്. അവിടെ ഒന്നും വല്ലാണ്ട് ആളും എത്തിയിട്ടില്ല ഇതുവരെ. 2 months ആയി തുടങ്ങിയിട്ട്. കിടിലനാണ്. നല്ല പാഷനേറ്റ് ആയിട്ടുള്ളൊരു ചങ്ങായിയാണ്. ഇൻഷാ അള്ളാ ഞാൻ പറയാം എന്താന്നൊക്കെ കേട്ടോ. നമ്മൾ രണ്ടാമത്തെ വീഡിയോക്ക് വന്നിരിക്കുന്നത് ബർഗർ ക്ലബിൻ്റെ ഒരു പുതിയ ബ്രാഞ്ച് കിസൈസിൽ വന്നിട്ടുണ്ട്. ആ ഭാईजान क्या हाल है? ठीक है, बढ़िया है. ठीक है जी. अब क्या क्या बनाता है इधर? आप ये स्नैक्स है मॉर्निंग का. हाँ, इसमें स्नैक्स बनाता है. ये पंजाबी समोसा, चिकन समोसा, कचौरी, पकौड़ी, पकौड़ा है, पानी पूरी, बनाना फ्राई, पानी पूरी, चॉकलेट एंड ये पूरा आप बनाता है? ये पूरा बनाते हैं. जी. हवा बहुत है. സുലൈമാനെയും കുറിച്ച് അങ്ങ് തുടങ്ങിക്കണേ. ബാക്കി സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എവിടെ പോയാലും ഫുഡ് ടേസ്റ്റിംഗ് ഉള്ളൂ. ഫുഡ് ഫുള്ള് കഴിക്കൂല. കഴിച്ചു കഴിഞ്ഞാൽ കട്ടില മാറ്റിയേക്കേണ്ടിയിരുന്നു മിക്കവാറും. സഹിയേ ഇതർ സി ബനായേഗാ. ആ ബനാനൊക്കെ വല്ല വീഡിയോ പക്ക. താങ്ക് യു. ഓക്കെ, ഇവിടുത്തെ ഒരുപാട് വിഭവങ്ങൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. അതിൽ ഫിഷിൻ്റെ മന്തി ഉണ്ടായിരുന്നു റെഡ് മസാലയിൽ. പിന്നെ മെക്സിക്കൻ ചാർക്കോൾ പൊള്ളിച്ചത്. ഇതായി കാണുന്ന ബ്ലൂബെറി മൊയ്റ്റോ. ബ്ലൂബെറി അല്ലേ ഇത്? ബ്ലൂബെറി മൊയ്റ്റോ എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്താ കഴിക്കാൻ പോവാണ്. നല്ല സ്പൈസി ഫുഡാണ് കേട്ടോ. സ്പൈസി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കാരണമാണ് ഈ മെക്സിക്കോ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഗായ്സ്, ബർഗർ ക്ലബിലെ ഷൂട്ട് കഴിഞ്ഞ് ബാക്ക് എടുക്കാൻ ആരും സ്ഥലം തരുന്നില്ല. ഇതാ നമ്മൾ നേരെ മിഥുൻ വന്നിട്ടുണ്ട്. നമ്മൾ മിഥുനെ കൂട്ടാൻ വേണ്ടിയിട്ട് ദുബായ് എയർപോർട്ട് ടെർമിനൽ 2 പോവുകയാണ്. അപ്പം ഇനി ഫുള്ള് കഥ ട്രാഫിക്കിലാണ്. ഓക്കെ, ബിസ്മില്ല പോവാം. നമുക്ക് നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. എന്നാലും നല്ല പോയേക്കാം. മിഥുൻ നമുക്ക് കൂട്ടേണ്ട കുറേ നേരമായി. പാവം പോസ്റ്റായിട്ട് ഇരിക്കണം. ഈ ഒരു ഏരിയ സത്യം പറഞ്ഞാൽ ഫുൾ ഓഫ് റെസ്റ്റോറൻറ്റ്സ് ആയിപ്പോൾ. ഈ ഡ്രിങ്ക് മാത്രമേ, അല്ലെങ്കിൽ അങ്ങനത്തെ കായലും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പണ്ട്. ആൾക്കാർക്കൊക്കെ പേടിയിരുന്നു ഇവിടെ വന്ന റെസ്റ്റോറൻറ്റ് വന്നെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങാൻ. പക്ഷേ അൽഹംദുലില്ലാ
ഇപ്പോൾ ഈ ഒരു ഏരിയ നല്ല ഡെവലപ്പായി. നമ്മളും ഒരു ഷോപ്പ് ഈ ഒരു ലൈനിൽ എടുത്തിട്ടുണ്ട്. അത് ഏതിനാന്നുള്ളതൊക്കെ വിൽ ലെറ്റ് യു നോ ഇൻഷാ അല്ലാഹ് വെരി സൂൺ. ഇതും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കേറ് മോനെ കേറ്. ഏയ് എന്താ വർത്താനോ സാറല്ലേ സച്ചല്ലേ? അല്ലാ എന്താ നാട്ടിൽ കുറെ കാലം നിന്നോ? ഒരു കൊല്ലം നാട്ടിൽ നിന്നോ? സെപ്റ്റംബർ 26 കഴിഞ്ഞ സെപ്റ്റംബർ 26 ഞാൻ നാട്ടിലെത്തി. ആ സെപ്റ്റംബർ 24 ഇവിടെ എത്തി. അപ്പൊ പണിക്കൊന്നും പോയില്ല? പണിയിലായിരുന്നു. ആ തടിച്ചിക്കണ്, കോലൊക്കെ മാറി. ഒരാഴ്ച കൊണ്ട് പോവാന്ന് പറഞ്ഞപ്പോ ഫുഡടിച്ച് വെയിറ്റ് ചെയ്ത. ഓ നമുക്ക് തടി കുറച്ച്. സോ നമ്മൾ മിഥുനെയും പിക്ക് ചെയ്തിട്ട് അജ്മാൻക്ക് പോവാണ്. നല്ല കട്ട ട്രാഫിക്കാ, കടന്ന് ഉറങ്ങാൻ വേണമെങ്കിൽ അല്ലേ ഇതിനെ? കട്ട ട്രാഫിക് എന്ന് പറഞ്ഞ രക്ഷയില്ല. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം.